ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ടെക് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് MI 11 Lite എന്ന ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ്. ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ MIൻ്റെ ഏറ്റവും പുതിയൊരു മോഡൽ ഫോണാണ്. ഒരുപക്ഷെ നമ്മുടെ വീഡിയോ ആയിരിക്കും മലയാളത്തിൽ തന്നെ ആദ്യത്തെ വീഡിയോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു സമയം വരെ, അതായത് ഏപ്രിൽ 10-ാം തീയതി രാത്രി 10 മണി വരെ മറ്റൊരാളും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഏതായാലും നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിൻ്റെ മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഖാദർ വള്ളേരി. വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. ഹലോ സുഹൃത്തുക്കളെ, നമുക്കിവിടെ MI 11 Lite ഈ ഒരു ഫോൺ നമുക്കിവിടെ അൺബോക്സ് ചെയ്യാം. ഫോൺ അൺബോക്സ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സൈഡിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. MI 11 Lite ബോബോ ബ്ലാക്ക് 6GB RAM 128GB ROM. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സൈഡിൽ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒരു വശത്തായിട്ടൊന്നും കൊടുത്തിട്ടില്ല, ഈ ഒരു വശത്തും ഒന്നും കൊടുത്തിട്ടില്ല, മറ്റു ഭാഗത്തൊന്നും ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ ഫോൺ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ഫോൺ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു വെൽക്കം പാക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വെൽക്കം പാക്ക് നമുക്ക് ആദ്യം തന്നെ ഒന്ന് അയച്ചു നോക്കാം. ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു സിം എക്സിസ്റ്റർ കാണാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 കാറ്റലോഗ് ഈ ഒരു ഫോണിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പാക്കറ്റും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാക്കറ്റിൽ എന്താ ഉള്ളതെന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൽ ഒരു കാര്യം മനസ്സിലായി. ഇതിൽ ഒരു Type-C കണക്ടർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹെഡ്ഫോണിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഇതൊരു Type-C ഹെഡ്ഫോണാണ് ഈ ഒരു ഫോണിൽ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പൗച്ചും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പൗച്ചും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം, എത്രത്തോളം ക്വാളിറ്റി ഈ ഒരു പൗച്ചിനുണ്ട് എന്നുള്ളത് നോക്കാം. നല്ലൊരു സോഫ്റ്റ് റബ്ബറാണ്, അതായത് ഹാർഡായിട്ടൊന്നും നമുക്ക് തോന്നിക്കണില്ല. കണ്ടോ, സോഫ്റ്റ് റബ്ബറാണ് ഈ ഒരു പൗച്ച്. നമുക്ക് ഫോണിലേക്ക് തന്നെ കിടക്കാം. ഫോണിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ബോക്സും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. ബോക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു Type-C USB കേബിൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ ഒരു ചാർജറും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാക്സിമം പവർ ഇതിൽ കൊടുത്തിട്ടുള്ളത് 33 വാട്ട്സാണ്. അതായത് 33 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റൊന്നും ഈ ഒരു ഫോണിൻ്റെ കൂട്ടത്തിൽ ലഭിച്ചിട്ടില്ല. ഹെഡ്ഫോൺ സാധാരണഗതിയിൽ MIൻ്റെ ഫോണിൽ ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബോക്സിന് നമുക്ക് ഹെഡ്ഫോൺ ലഭിച്ചിട്ടില്ല. നമുക്ക് ഈ ഒരു ബോക്സ് എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ഫോണിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഫോൺ പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫോണിൻ്റെ പുറത്തുള്ള ഈ ഒരു കവറിങ് നമുക്ക് പതുക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അടിപൊളി ഫോൺ എന്ന് പറഞ്ഞാൽ അടിപൊളി ഫോണാണ്, ഒന്നും പറയാനില്ല. നല്ല ലുക്കിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല എന്ന് തന്നെ പറയാം. നല്ല ലുക്കുള്ള അടിപൊളി ഫോൺ തന്നെയാണ് ഈ ഒരു ഫോൺ. ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഗ്ലാസ് ടൈപ്പ് ബാക്ക് സൈഡാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ Gorilla 5ൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതായത് ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും പേടിക്കാനില്ലാത്ത ഈ ഒരു ഫോണാണ് MI Lite എന്ന ഈ ഒരു ഫോണ്. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലുക്കുള്ള ഒരു ഡിസൈനിങ് തന്നെയാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. വളരെ തിക്നെസ് കുറഞ്ഞൊരു ഫോണാണ്. സാധാരണഗതിയിൽ റെഡ്മിൻ്റെ ഫോണുകളൊക്കെ അത്യാവശ്യം തിക്നെസ് ഉണ്ടാകുന്ന ഫോണുകളാണ്. ഇതിന് മുമ്പായിട്ട് നമ്മൾ റെഡ്മിൻ്റെ Note 10 പരിശോധിച്ചപ്പോഴും തിക്നെസ് കുറവായിരുന്നു. പക്ഷേ അതിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഫോൺ കമ്പനി പുറത്തിറക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ പറഞ്ഞല്ലോ, സാധാരണഗതിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോഡിയാണെന്നുണ്ടെങ്കിലാണ് തിക്നെസ് ഇത്ര കുറയാറുള്ളൂ. പക്ഷേ ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ വളരെ തിക്നെസ് കുറവാണ്. കാണാൻ നല്ല ലുക്കുള്ള ഒരു പ്രീമിയം ലുക്കുള്ള ഒരു ഫോൺ തന്നെയാണ് MI Lite എന്ന ഈ ഒരു ഫോൺ. ഇതിൻ്റെ അടിവശം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പീക്കർ ഗ്രില്ല് കാണുന്നുണ്ട്, ഒരു Type-C ഇൻപുട്ട് കാണുന്നുണ്ട്, ഒരു മൈക്രോഫോൺ കാണുന്നുണ്ട്, ഒരു സിം ട്രേ കാണുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒന്നും ഈ ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ മുകൾ വശം പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കാണുന്നുണ്ട്, ഒരു IR സെൻസറും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സെൻസർ ഉപയോഗിച്ചിട്ട് നമുക്ക് TV, AC പോലുള്ള സാധനങ്ങൾക്കൊക്കെ നമുക്ക് റിമോട്ടായിട്ടും ഇത് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു വലത്ത് വശം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോളിയം അപ്പ് ഡൗൺ ബട്ടൺ, ഫിംഗർ പ്രിൻറ്റ് ഒരു സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ട് അണ്ടർ ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊരു AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ. അതുകൊണ്ട് തന്നെ അവർക്ക് ഫിംഗർ പ്രിൻ്റ് ഒക്കെ ഡിസ്പ്ലേയിൽ തന്നെ കൊടുക്കായിരുന്നു. അപ്പോൾ ഒന്നും കൂടി പ്രീമിയം തോന്നിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിട്ടുള്ള സൈഡിലാണ്. എന്നിരുന്നാലും നല്ലൊരു ഡിസൈനിങ് തന്നെയാണ് ഈ ഒരു ഫോൺ. ഈ ഒരു ഫോൺ നമ്മളെ കയ്യിൽ പിടിക്കാൻ വളരെ ഈസിയാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെറും 157 ഗ്രാം മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ്. നമുക്ക് കയ്യിൽ പിടിക്കാൻ വളരെ സിമ്പിളാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി പവർ
പവർ എന്ന് പറഞ്ഞാൽ 4250 mAh ആണ് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി പവറായിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളത്. 4250 ബാറ്ററി പവർ ഈ ഒരു ഫോണിന് ധാരാളം ആയിരിക്കാനാണ് സാധ്യത. കാരണം ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ AMOLED ആണ്. അതുകൊണ്ട് ബാറ്ററി കൂടുതൽ ലോസ് ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് ഈ ഒരു ഫോണിൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും 5 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും കൂടാതെ ഒരു LED ഫ്ലാഷും ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം ഒരു ഐഫോണിൻ്റെ ക്യാമറയുടെ അതേ ഒരു ഡിസൈനിങ്ങിലാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ മാത്രമേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഫോൺ XRൻ്റെ അതേ ഒരു ലുക്കിലാണ് നമുക്ക് ഈ ഒരു ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളത് 6.5 ഇഞ്ച് AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത് തന്നെ ആൻഡ്രോയിഡ് 11ലാണ്. MIUI 12 ഇതിൻ്റെ MIUI വെർഷൻ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ 16 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് കമ്പനി ഈ ഒരു ഫോണിനായിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏതായാലും ഫോണൊന്ന് ഓണാക്കി നോക്കാം. സുഹൃത്തുക്കളെ, നമ്മളെ ഫോൺ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓൺ ആയിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. കാരണം AMOLED ഡിസ്പ്ലേ ആണ്. അതോടൊപ്പം തന്നെ ഡിസ്പ്ലേൻ്റെ ക്ലാരിറ്റി നല്ല ക്ലാരിറ്റി ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫോൺ ഓണാക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു ഡിസ്പ്ലേൻ്റെ ക്ലാരിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു സംഭവം എടുത്ത് പറയാനുള്ള കാരണം. നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ സിം ട്രേ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു സിം കാർഡ് ട്രേ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 2 സിം കാർഡ് ഈ ഒരു ഫോണിൽ ഇടാൻ പറ്റുന്നുണ്ടെങ്കിലും മെമ്മറി കാർഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സിം കാർഡ് ഈ ഒരു ഫോണിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ഈ ഒരു ഫോണിന് ഞാൻ കണ്ടിട്ടുള്ളത് അത് ഈ ഒരു ഫോണിൻ്റെ മാത്രമല്ല, പ്രീമിയം ലെവലിലുള്ള മിക്ക ഫോണുകൾക്കും ഉള്ള ഒരു പ്രശ്നമാണ് 2 സിം കാർഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഹെഡ്ഫോണിന് ജാക്ക് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല. സാധാരണഗതിയിലുള്ള എല്ലാ ഫോണുകൾക്കും 3.5 mm ഹെഡ്ഫോൺ ജാക്ക് കൊടുക്കാറുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ഫോണിൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ നമുക്ക് ഇതിലൊരു ഹെഡ്ഫോണിൻ്റെ ഒരു കണക്ടർ കിട്ടിയിട്ടുണ്ട്. ഹെഡ്ഫോണും ഈ ഒരു ഫോണിൽ കിട്ടിയിട്ടില്ല. നമുക്ക് സാധാരണ ഹെഡ്ഫോണും ടൈപ്പ് സി ഹെഡ്ഫോണും ഈ ഒരു ഫോണിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ എബൌട്ട് ഡിവൈസൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. മോഡൽ നമ്പർ കാര്യങ്ങൾ, അതായത് സ്റ്റോറേജിൻ്റെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും എല്ലാം പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ആൻഡ്രോയിഡ് വേർഷൻ പോയി നമുക്ക് പരിശോധിച്ച് നോക്കാം. ആൻഡ്രോയിഡ് 11ലാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ MIUI 12 എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡിവൈസ് നെയിം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. MI 11 ലൈറ്റ് എന്ന ഈ ഒരു ഫോണാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോണിൻ്റെ സ്റ്റോറേജ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 128 GB 17 GB ഇതിന് പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കി GB നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നിലവിൽ ഈ ഒരു ഫോൺ 3 വേരിയൻറ്റുകളിലായിട്ടാണ് ലഭ്യമായിട്ടുള്ളത്. ഒന്ന് 64 GB 6 GB റാം, നമ്മളെ കയ്യിലുള്ളത് 128 GB 6 GB റാം. പിന്നെ മറ്റൊരു വേരിയൻറ്റ് കൂടി ഉണ്ട് 8 GB റാമിൽ 128 GB സ്റ്റോറേജോടുകൂടി. ഇങ്ങനെ 3 ടൈപ്പ് ഫോണായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിംഗർ പ്രിൻ്റ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, ഞാനിവിടെ ഈ ഒരു ഫോണിന് ഫിംഗർ പ്രിൻറ്റും ഫേസ് ലോക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫിംഗർ പ്രിൻ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഈ ഒരു സൈഡിൽ നിന്നാണ് തൊട്ട് നോക്കുന്നത്, എന്നിരുന്നാലും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഫേസ് ലോക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഒരു താമസം പോലും ഈ ഒരു ഫോണിന് വന്നിട്ടില്ല. നമ്മളിതിൻ്റെ മുമ്പ് പരിശോധിച്ച് നോക്കി ഇനി A52 നമ്മൾ പറഞ്ഞതാണ് ചെറിയൊരു ഡിലേ വരുന്നുണ്ട് എന്നുള്ളത്. ഈ ഒരു ഫോണിന് തീരെ ഡിലേ വരുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ഒന്ന് ഈ ഒരു കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ടോ, ഞാൻ ഒരു ഫോണുമായിട്ട് ഒരുപാട് വിട്ടാണുള്ളത്. എന്നിരുന്നാൽ പോലും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇടയിൽ ക്യാമറൻ്റെ തടസ്സമൊക്കെ ഉണ്ട്. എന്നിട്ടും ഈ ഒരു ഫോൺ വളരെ ഫാസ്റ്റായിട്ട് തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിന് ഫിംഗർ പ്രിൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫേസ് ലോക്കിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും യാതൊരു കംപ്ലൈൻറ്റും ഈ ഒരു ഫോണിന് നമുക്ക് പറയാനില്ല. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ പ്രൊസസ്സറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 732G എന്ന ഈ ഒരു പ്രൊസസ്സറാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അവസാനം തന്നെ G വരുന്നതുകൊണ്ട് ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ഫാസ്റ്റായിട്ടായിരിക്കും തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാംസങ്ങിൻ്റെ ഒക്കെ പ്രീമിയം ലെവലിലുള്ള, അതായത് പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല, ഒരു മിഡ് റേഞ്ചിന് മുകളിലുള്ള ഫോണുകളിലൊക്കെയാണ് ഈ ഒരു പ്രൊസസ്സർ നമ്മൾ കാണാറുള്ളൂ. നല്ലൊരു പ്രൊസസ്സർ തന്നെയാണെന്ന് പറയാം. നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്രൊസസ്സർ തന്നെയാണ്. അപ്പം ഒരു കംപ്ലൈൻ്റ് ഒന്നും ഈ ഒരു ഫോണിന് നമുക്ക് പറയാൻ ഇതുവരെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. നല്ലൊരു ഫോൺ തന്നെയാണ്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 20,000 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഫോണിൽ പരിശോധിച്ച് നോക്കിയപ്പം NFC-യും ഈ ഒരു ഫോണിൽ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയാണ്. നമ്മൾ ഈ ഒരു പരിമിതിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാമറ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ക്യാമറൻ്റെ അകത്ത് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ റിയർ ക്യാമറ എന്ന് പറഞ്ഞാൽ 64 മെഗാപിക്സലാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഈ ഒരു ഫോണിൽ തോന്നിക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ ക്യാമറയിലുള്ള ഓപ്ഷനുകളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു പ്രോ ക്യാമറ കാണാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വീഡിയോ ക്യാമറ, ഫോട്ടോ ക്യാമറ, പോർട്രേറ്റ് നമുക്ക് ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മോർ ഓപ്ഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. നിങ്ങൾ തന്നെ സ്ക്രീനിൽ നോക്കിയിട്ട് മനസ്സിലാക്കുക.
പിന്നെ നമ്മൾ ഫ്രണ്ട് ക്യാമറൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറ തന്നെയാണ് ഈ ഒരു ക്യാമറ എന്ന് നമുക്ക് പറയാം. സുഹൃത്തുക്കളെ, ഞാൻ ഈ ഒരു ഫോൺ ഏകദേശം കംപ്ലീറ്റ് ചെക്ക് ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോണിൻ്റെ പൗച്ചും ഞാൻ ഈ ഒരു ഫോണിലിട്ട്, ഈ ഒരു ഫോൺ പൗച്ച് ഇട്ടിട്ട് പോലും നല്ല തിക്നെസ് കുറഞ്ഞിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. നമുക്ക് പോക്കറ്റിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു ഫോൺ. ഈ ഒരു ഫോണിൻ്റെ ഫേസ് ലോക്ക് ഞാൻ പറഞ്ഞു, ഇത്രയും വിട്ടൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഇത്രയും വിട്ടുന്ന വരെ ഈ ഒരു ഫേസ് ലോക്ക് ഈ ഒരു ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്. ഈ ഒരു ഫോണിൻ്റെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഈ സ്നാപ്ഡ്രാഗൺ 732G ആണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോൺ വ്യത്യസ്ത വേരിയൻറ്റുകളിലായിട്ട് 8GB റാമിലും 6GB റാമിലും ഈ ഒരു ഫോൺ അവൈലബിൾ ആണ്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 20,000 രൂപയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ബേസിക്കലായിട്ട് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോൺ നമുക്ക് പുറത്തുനിന്ന് വെയിലത്തുനിന്ന് ഉപയോഗിക്കുമ്പോൾ തന്നെ അല്ല അകത്തുനിന്ന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു ക്ലാരിറ്റി ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടും. ഈ ഒരു ഫോണിനെ നമ്മൾ മൊത്തത്തിൽ പരിശോധിച്ച് നോക്കിയിട്ട് 20,000 രൂപയ്ക്ക് ലഭിക്കാവുന്ന നല്ലൊരു ഫോൺ തന്നെയാണെന്ന് നമുക്ക് ഈ ഒരു ഫോണിനെ പറ്റി പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു ഫോൺ ഞാൻ മൊത്തത്തിൽ പരിശോധിച്ച് നോക്കിയിട്ട് നമുക്ക് നെഗറ്റീവ് മാർക്കായിട്ടൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ചില ആളുകൾക്ക് 2 സിം മെമ്മറി കാർഡൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന ആളുകളുണ്ട്. അതായത് നിർബന്ധമായിട്ടും 2 സിം കാർഡും മെമ്മറി കാർഡ് തന്നെ വേണമെന്നുള്ള ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം 2 സിം കാർഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് ഈ ഒരു ഫോണിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ടൈപ്പ് സി ഹെഡ്ഫോൺ മാത്രമാണ് ഈ ഒരു ഫോണിൽ വർക്ക് ചെയ്യുന്നത്. അല്ല 3.5mm ഹെഡ്ഫോൺ തന്നെ നിർബന്ധമുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ കമ്പനി തന്നെ ഒരു അഡാപ്റ്ററും ഈ ഒരു ഫോണിൻ്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ നിലക്കും നല്ലൊരു ഫോൺ തന്നെയാണ്. 20,000 രൂപയ്ക്ക് ലഭിക്കാവുന്ന ഫോൺ, ഏറ്റവും മികച്ച ഫോൺ തന്നെയാണ് MI Lite എന്ന ഈ ഒരു ഫോണെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.